അപ്പൊ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പൊ ഓരോന്നായിട്ട് ടേസ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിട്ട് നിക്കണം. ഇതെന്താ വെച്ച് കറി? ചെമ്മീനും ക്യാരറ്റും കൂടി അല്ലേ? ഇടിമുളകിട്ട് മെഴുക്ക് വെച്ചില്ല. ഒരു രക്ഷയില്ല മുത്തേ. ഇവിടെ വന്ന് തന്നെ കഴിക്കണം, വേറെ ഒന്നും പറയാനില്ല. പുഴയിലെ ചെമ്മീൻ, നാരൻ ചെമ്മീൻ എന്ന് പറയും. നാരൻ ചെമ്മീൻ കണ്ടത്? ഇത് നാരൻ ചെമ്മീൻ അല്ലേ? പുഴയില ഒരു രക്ഷയില്ല സത്യം. ഇത് കരിമീൻ, ഞണ്ട്. ഞണ്ട് ഇതിവിടെ വന്ന് തന്നെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. കാര്യം ചെറിയൊരു കടയാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ചേച്ചി തന്നെ അല്ലേ കുക്ക് ചെയ്യണത്? വേറെ 3 മണി വരെ ഉള്ളു കട. അതാണ് 3 മണി അല്ലേ? 3 മണി വരെ ഉള്ളു കട. അപ്പൊ പരമാവധി നിങ്ങൾ ഈ വഴി വന്നെയാണെങ്കിൽ ഇവിടെ കയറി കുമ്പളം പാലത്തിന്റെ അടിയിൽ തന്നെയാണ്. ഇതുണ്ട്, ഈ കരിമീനെ കണ്ടിട്ട് മനുഷ്യന് ഭ്രാന്ത് പിടിച്ചിട്ട് ചെയ്യാം. ഈ കരിമീനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇത് ഇവിടെ നിന്ന് പിടിക്കണോ അല്ലെങ്കിൽ അവിടെ മാർക്കറ്റിൽ? അവിടെ കമ്പനി കൊണ്ടേ കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാ. ചാവാതെ കിട്ടിയ കരിമീനായി. നല്ല പെട്ടക്കണ കരിമീനാണ്. വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലൊക്കെ ഇഞ്ചിയൊക്കെ ഇട്ട് വേപ്പില വറക്കും, അത് പൊടിക്കും. അത് ഇത് വരാലാട്ടാ. ഇവിടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. അതേപോലെ ചേച്ചി ഫുഡ് ഉണ്ടാക്കി. ഇതെന്താണ്? ചിക്കൻ പെരട്ട്. ഇത് എല്ലാം ഞാൻ തന്നെ കഴിക്കണില്ല. ചേച്ചി ഒന്ന് ടേസ്റ്റ് അത് വന്നേ. എല്ലാം ഞാൻ തന്നെ ടേസ്റ്റ് അല്ലേ? കഴിച്ച് ബീഫ് ഒലത്തിയത്. നമ്മള് മാത്രം ടേസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. കഴിച്ചോ കഴിച്ചോ. പയ്യെ കഴിച്ചാ മതി. പറയാനൊന്നുമില്ല. കറി മേടിക്കാൻ തന്നെയാ വന്നേക്കണേ. അടുത്ത വീടായിട്ട് ഇവിടെ കറി മേടിക്കാൻ അതിന്റെ പ്രത്യേകത വേറെ ആണോ? എന്താണ്? ബീഫ് എത്തിയത് ഏത് അറിയാണെങ്കിലും അല്ലേ ഇവിടെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. അത് നമുക്ക് ഊണ് കഴിക്കാനിലേക്ക് തുടങ്ങാം അല്ലേ? സ്പെഷ്യൽ കൂടാണ്ട് ഈ മീൻകറി ഉൾപ്പെടെ 60 രൂപ അല്ലേ? 60 രൂപ മുടക്കി കഴിഞ്ഞാൽ ഇതെന്ത് മീനാണ്? കേരക്കറിയാണ്. കേരള ബീഫും ഉണ്ടാവും, ചോറും ഉണ്ടാവും. 60 രൂപ കൊടുത്താൽ സുഖമായിട്ട് ഭക്ഷണം കഴിക്കാം. ചെമ്മീൻ റോസ്റ്റ് 60 രൂപ പ്ലേറ്റിൽ കൊടുക്കും. ഒരു പ്ലേറ്റിൽ ഇപ്പം അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഞണ്ട് റോസ്റ്റ് 150 രൂപ ഒരു പ്ലേറ്റ്. കരിമീന് പിന്നെ വലിപ്പം അനുസരിച്ചാ വില ഇടണം. അപ്പൊ ഇപ്പൊ അതിനൊരു 80 രൂപ വാങ്ങിക്കും. 80 രൂപ കുഴപ്പമില്ലാത്ത റേറ്റ് ആണ്. വലിയ വലിയ ഹോട്ടലിലൊക്കെ എന്തോരം പൈസ മേടിക്കണം. ഇതാകുമ്പോ നമുക്ക് കയ്യിലെ പൈസ ഒരുപാട് നമ്മുടെ. പിന്നെ ബീഫ് ഒലത്തിയത് ആ പ്ലേറ്റിന് ഒരു പ്ലേറ്റ് 60 രൂപ. 60 രൂപ. അവിടെ 100 രൂപയാണ് നമ്മുടെ അവിടെയൊക്കെ. ചിക്കൻ റോസ്റ്റ് രാവിലെ ഫുഡിന്റെ കൂടെ ഉണ്ടാക്കും. ഇടിയപ്പം വെള്ളയപ്പം ഒക്കെ ഉണ്ടാക്കണ കൂട്ടത്തിൽ 120 രൂപ മേടിക്കും. ഒരു വലിയ പ്ലേറ്റ് കൊടുക്കും. കുറച്ച് സ്റ്റാഫുമാർ. രാവിലെ എന്തൊക്കെയുള്ള? രാവിലെ മുട്ട റോസ്റ്റ് ഉണ്ടാവും, പിന്നെ ചിക്കൻ കറി ഉണ്ടാവും, പിന്നെ ഒരു വെജിറ്റബിൾ കറി എന്തെങ്കിലും ഉണ്ടാവും. എത്ര മണിക്ക് രാവിലെ തുറക്കും? രാവിലെ അങ്ങ് 5:30 തുറക്കും. 5:30 ചായയിൽ തുടങ്ങും. ചായയിൽ തുടങ്ങും. രാവിലെ 5:30 തുടങ്ങും. 3 മണി വരെ ചേച്ചി ഉണ്ടാവും അല്ലേ? വെള്ളയപ്പം ഞങ്ങൾ ഉണ്ടാക്കും, പുട്ടുണ്ടാക്കും. പിന്നെ അത്യാവശ്യം ആള് തിരക്കുണ്ടെങ്കിൽ ഇത്തിരി കടി പുറത്തുനിന്ന് വാങ്ങിക്കും. ചെറുകടികളല്ല, ഇടിയപ്പം ചെറുകടിയൊന്നുമില്ല. ഇല്ല ഇല്ല. വൈകുന്നേരത്തെ ചായ ഇല്ല, 3 മണി വരെ ഇല്ല. അപ്പൊ എല്ലാവരും വിലയോ തുച്ഛം ഗുണമോ മെച്ചം. അതെ, എന്താണ് ഒന്നുകൂടി പറയാം. വിലയോ തുച്ഛം ഗുണമോ മെച്ചം. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ.
ഏതായാലും ചേച്ചിയുടെ കടയിൽ തിരക്കുകളൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളപ്പോ ഇനി കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല. ചേച്ചിയുടെ ഏതായാലും നമുക്ക് ഭക്ഷണം കഴിച്ച് പക്ഷെ തിരക്ക് ഇപ്പൊ കണ്ടല്ലോ. ഉച്ചക്ക് 1 മണി ആയല്ലോ. അപ്പൊ തന്നെ ഭയങ്കര തിരക്കാണ്. അപ്പൊ മാക്സിമം ആൾക്കാരിൽ നിങ്ങൾ എത്തുക. പിന്നെ വഴി അറിയാൻ പറ്റാത്തവർ ചേച്ചിയുടെ നമ്പർ ഞാൻ ഇതിനകത്തേക്ക് മെൻഷൻ ചെയ്യുന്നുണ്ട് ഈ വീഡിയോയിൽ. അപ്പോൾ ആ വഴി അറിയില്ലെങ്കിൽ ആ ചേച്ചിയുടെ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ചേച്ചി വഴി പറഞ്ഞുതരും. കുമ്പളം പാലത്തിന്റെ അടിയിൽ തന്നെ അല്ലേ? അല്ലേ? അരൂര് കുമ്പളം പാലത്തിന് അറ്റത്തും അരൂര് കുമ്പളത്തോട്ട് എറണാകുളം ജില്ലയിലോട്ട് കയറുന്ന ഇറക്കി തന്നെയാണ്. അപ്പൊ ഇല്ല അറിയാത്തവർ നമ്പർ വെക്കുന്നുണ്ട്. എറണാകുളം ജില്ലയുടെ തെക്കേ അറ്റം. അറിയാത്തവർ ചേച്ചിയുടെ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ചേച്ചിയുടെ നമ്പർ മെൻഷൻ ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ ചേച്ചിയുടെ പണി നടക്കട്ടെ. ഓക്കെ.